നമസ്കാരം. മഹാഭാരതം ദർശനവും വിമർശനവും എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ഇതിൻ്റെ ഒരു 2 ഭാഗം കഴിഞ്ഞു. ഈ 2 ഭാഗത്തിലും ചെറിയൊരു വിശദീകരണം നൽകിക്കൊണ്ടാണ് നമ്മൾ ആരംഭിച്ചത്. ഇന്ന് മഹാഭാരതത്തിലേക്ക് നമ്മൾ നേരിട്ട് കടക്കുക. മഹാഭാരതം എന്ന് പറയുന്ന കാവ്യം മഹാമുനി വേദവ്യാസൻ സങ്കല്പിക്കുകയും വേദവ്യാസൻ ഈ സങ്കല്പിച്ച ഈ കാവ്യം വരും കാല ജനതയ്ക്ക് ഇത് സമർപ്പിക്കണമെന്ന ആഗ്രഹവും അതിൻ്റെ ധർമാധർമ്മങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാകും വിധം അത് രേഖപ്പെടുത്തി വെക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിൻ്റെ ഭാഗമായി മഹാമുനി വേദവ്യാസൻ ബ്രഹ്മാവിനെ സമീപിക്കുകയാണ്. ബ്രഹ്മാവിനെ സമീപിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഞാനൊരു കാവ്യം സങ്കല്പിച്ചിട്ടുണ്ട്, ഒരു മഹാഭാരത കാവ്യം. അതെനിക്ക് രേഖപ്പെടുത്തി വെക്കണം. അതിനായി എനിക്ക് അങ്ങയുടെ ഉപദേശം വേണം. ബ്രഹ്മാവ് പറയുന്നു, ഇത് രേഖപ്പെടുത്തി വെക്കാൻ ഗണപതിയെ സമീപിക്കാൻ പറയും. മഹാമുനി വേദവ്യാസൻ ഗണപതിയുടെ അടുക്കിലേക്ക് പോവുകയും ഗണപതിയോട് മഹാഭാരത കാവ്യം എഴുതി തരുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യം ഉന്നയിക്കുകയും ഗണപതി അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. ഗണപതി അത് എഴുതി കൊടുക്കാമെന്ന് പറയുന്ന സമയത്ത് ഗണേശൻ വെക്കുന്ന ഒരു നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശം ഇതാണ്: താങ്കൾ ഈ ആഖ്യാനം അല്ലെങ്കിൽ ഈ കാവ്യം, ഈ ശ്ലോകങ്ങൾ ആലപിച്ചു തുടങ്ങിയാൽ ഒരു കാരണവശാലും ഇത് നിർത്താൻ പാടില്ല. നിർത്തിക്കഴിഞ്ഞാൽ എൻ്റെ എഴുത്തും ഞാൻ അവിടെ വെച്ച് നിർത്തും. അത് നിർത്താതെ ഇത് യാതൊരുവിധ ഇടതടവുമില്ലാതെ ഇത് ആലപിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ ഞാനിത് എഴുതൂ. ഈ നിർദ്ദേശം മഹാമുനി വേദവ്യാസൻ ഇത് അംഗീകരിക്കുകയും വേദവ്യാസൻ ഒരു നിർദ്ദേശം ഗണേശൻ്റെ മുൻപിൽ വെച്ചു. അല്ലയോ വിഘ്നേശ്വര, അങ്ങ് പറഞ്ഞ നിർദ്ദേശം ഞാൻ സ്വീകരിക്കുന്നു. എന്നാൽ എനിക്കൊരു നിർദ്ദേശം അങ്ങയോട് പറയാനുണ്ട്. ആ നിർദ്ദേശം ഇതാണ്: ഞാൻ ഈ ശ്ലോകങ്ങൾ ആലപിക്കുന്ന സന്ദർഭത്തിൽ ഇതിൻ്റെ അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കാതെ ഒരു ശ്ലോകവും അങ്ങ് രേഖപ്പെടുത്തി വെക്കരുത്. കാരണം ഇത് വരുംകാല സമൂഹത്തിന് ഗുണകരമാവും വിധം അവർക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക്, അതിൻ്റെ അർത്ഥതലങ്ങൾ അവർക്കും കൂടി മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം ഈ ശ്ലോകങ്ങൾ അങ്ങ് രേഖപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പൂർണ്ണമായും മനസ്സിലാകാതെ ആ ശ്ലോകം അങ്ങ് എഴുതാനും പാടില്ല. ഇത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, ഈ ശ്ലോകങ്ങൾ നിർത്താതെ പറയണം എന്നുള്ള നിർദ്ദേശത്തെ ഏതെങ്കിലും ഒരു തരത്തിൽ മറികടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു നിർദ്ദേശം മഹാമുനി വേദവ്യാസം മുന്നോട്ട് വെക്കുമ്പോൾ ഏതെങ്കിലും ശ്ലോകങ്ങൾ മനസ്സിലാകാതെ വരുന്ന സന്ദർഭത്തിൽ അടുത്ത ശ്ലോകങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ കഴിയുമെന്ന കാരണത്താലാണ്. അങ്ങനെ വേദവ്യാസൻ ഇത് ആലപിക്കുകയും ഗണേശൻ, അതായത് ഗണപതി ഭഗവാൻ, അത് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇത് പലപ്പോഴും വാമൊഴിയായിട്ടാണ് ആ കാലഘട്ടത്തിൽ ഇത് പ്രചരിച്ചു വന്നിരുന്നത്. മഹാഭാരത കഥ തുടങ്ങുന്നത് തന്നെ സാധാരണഗതിയിൽ കുരുവംശത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള കാര്യങ്ങളല്ല ഇതിനകത്ത് പറഞ്ഞു വരുന്നത്. അതുണ്ട് എങ്കിൽ തന്നെയും 4 യുഗങ്ങളെ, കൃതയുഗം അതായത് സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഈ 4 യുഗങ്ങളെയും കൂടി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ കഥ പറഞ്ഞു തുടങ്ങുന്നത്. അത് ജനമേജയൻ്റെ, അതായത് ഏറ്റവും ഈ പുതിയ ആധുനികതയിൽ നിന്നും തുടങ്ങിയാണ് പുരാണങ്ങളിലേക്ക് കടക്കുന്നത്. ആ ആധുനികത എവിടെയാണെന്ന് വെച്ചാൽ കുരുവംശത്തിലുള്ള എല്ലാ വിഭാഗം ആളുകളും വധിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് ഒരു പുതിയുഗ പിറവിയിലൂടെ ജന്മമെടുത്ത പരീക്ഷിത് രാജാവിൻ്റെ മകനായിട്ടുള്ള ജനമേജയൻ്റെ കഥ മുതലാണ് ഇത് തുടങ്ങുന്നത്.
ജനമേജയൻ്റെ കഥ, അദ്ദേഹം ഒരു സർപ്പസത്ര യജ്ഞത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ആ സർപ്പസത്ര യജ്ഞം എന്തിനാണ് നടത്തുന്നതെന്ന് വെച്ചാൽ സർപ്പങ്ങളെ നശിപ്പിക്കാൻ, ലോകത്തുള്ള മുഴുവൻ സർപ്പങ്ങളെയും നശിപ്പിക്കുമെന്ന ദൃഢപ്രതിജ്ഞ എടുത്തതിന് ശേഷം അതിനുവേണ്ടി ഒരു യജ്ഞവേദി അദ്ദേഹം ഒരുക്കുക. ആ യജ്ഞവേദിയിലേക്ക് ഉഗ്രശ്രവസ് എന്ന് പറയുന്ന സൂതൻ ആ യജ്ഞവേദിയിലേക്ക് എത്തുകയും അവിടെ മഹാമുനി വേദവ്യാസന്റെ ശിഷ്യനായ വൈശമ്പായനിൽ നിന്നും ഈ മഹാഭാരത കാവ്യം അദ്ദേഹം ആലപിക്കുന്നത് ശ്രവിച്ചുകൊണ്ട് അത് മനഃപ്പാഠമാക്കുകയും ചെയ്തതിന് ശേഷം ആ സർപ്പസത്രവേദിയിൽ വെച്ചിട്ടാണ് ഇത് ഉഗ്രശ്രവസിന് ഈ ഒരു മഹാകാവ്യം വൈശമ്പായനിൽ നിന്നും ലഭിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു സൂതനാണ് ഉഗ്രശ്രവസ്. സൂതൻ എന്ന് പറഞ്ഞാൽ ആരാണോ? സാധാരണഗതിയിൽ ആ കാലഘട്ടത്തിൽ താഴ്ന്ന ജാതിക്കാരനായി പറയുന്ന ഒരു വ്യക്തിയാണ് സൂതൻ. സൂതൻ്റെ പണി തേര് തെളിക്കലും അശ്വങ്ങളെ കൃത്യമായി പരിശീലിപ്പിക്കുകയും അവരെ രാജാക്കന്മാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ തേര് തെളിക്കുന്നതാണ് സൂതന്മാരുടെ പണി. മീൻസ് നമ്മൾ ഡ്രൈവർ എന്ന് വിവക്ഷ. അങ്ങനെ ഈ സൂതൻ അവിടുന്ന് ഈ ആലാപനം മുഴുവൻ ശ്രവിക്കുകയും അത് മനഃപ്പാഠമാക്കുകയും ചെയ്തതിന് ശേഷം അദ്ദേഹം സഞ്ചാരപഥങ്ങളിലാണ്. അദ്ദേഹം അവിടെ നിന്നും വീണ്ടും സഞ്ചരിക്കുകയാണ്, വീണ്ടും യാത്ര പുറപ്പെടുക. അങ്ങനെ അദ്ദേഹം വിവിധങ്ങളായ സ്ഥലങ്ങളിലൂടെ യാത്രകൾ നടത്തി സ്യമന്ത പഞ്ചകവും കുരുക്ഷേത്രവും ദർശിച്ച് അദ്ദേഹം പിന്നീട് എത്തിച്ചേരുന്നത് നൈമിഷാരണ്യത്തിലേക്കാണ്. അപ്പോൾ സ്യമന്ത പഞ്ചകവും കുരുക്ഷേത്രവും നമ്മൾ ഈ പറഞ്ഞു വരുന്ന കഥയിൽ പിന്നീട് വരുന്നുണ്ട്. എന്താണ് സ്യമന്ത പഞ്ചകമെന്നും എന്താണ് കുരുക്ഷേത്രമെന്നും നമ്മൾ പിന്നീട് പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ദർശിച്ചതിന് ശേഷം നൈമിഷാരണ്യത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ശൗനകാദ മുനിമാരെന്നാണ് പറയുക. ശൗനകൻ എന്ന് പറയുന്ന ഒരു മുനി ഉപാധ്യായനായി നിന്നുകൊണ്ട് ശൗനകാദ മുനിമാരോടൊപ്പം അവിടെ ഒരു യാഗം നടക്കുക, അവിടെ ഒരു യജ്ഞം നടക്കുക. ആ യജ്ഞവേദിയിലാണ് ഉഗ്രശ്രവസ് എത്തുന്നത്. അപ്പോൾ ഉഗ്രശ്രവസ് അവിടെ എത്തുന്ന സമയത്ത് മുനിമാർ ചോദിക്കുന്നുണ്ട്, താങ്കൾ എവിടെ നിന്നാണ് വരുന്നത്? ഉഗ്രശ്രവസ് പറയുന്നു, ഞാനിങ്ങനെ ജനമേജയൻ്റെ സർപ്പസത്ര വേദിയിലായിരുന്നു. അവിടെ ഭഗവാൻ വേദവ്യാസൻ്റെ ശിഷ്യനായിട്ടുള്ള വൈശമ്പായനൻ മഹാഭാരത കാവ്യം ആലപിച്ചു, ഞാനത് പൂർണ്ണമായി മനസ്സിലാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ശൗനകാദി മുനിമാർ ഇദ്ദേഹത്തോട് ഒരപേക്ഷ വെക്കുകയാണ്. അങ്ങ് ശ്രവിച്ചിട്ടുള്ള ഈ മഹാഭാരത കാവ്യം ഞങ്ങളോട് ആലപിച്ചാലും എന്ന് അദ്ദേഹത്തോട് പറയാം. ഉഗ്രശ്രവസ് എന്ന് പറയുന്ന ആ നാമധേയം കൊണ്ട് തന്നെ ഈ ഗാനം അല്ലെങ്കിൽ ഈ കാവ്യം അല്ലെങ്കിൽ ഇത് പുരാണം, ഇതിഹാസം, ആഖ്യാനം എന്നൊക്കെ ഇതിനെ വിവക്ഷിക്കുന്നുണ്ട്. ഈ മഹാഭാരത കഥ അദ്ദേഹം ഇത് പറയുമ്പോൾ ഈ ഉഗ്രശ്രവസ് എന്ന് പറയുന്ന സൂതനായിട്ടുള്ള ഒരു വ്യക്തിയാണത് പറയുന്നതെന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. ഞാൻ കഴിഞ്ഞ ഭാഗത്തിലും പറഞ്ഞിരുന്നു. മഹാഭാരത കഥ പൂർണ്ണമായും മനസ്സിരുത്തിക്കൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അത് പൂർണ്ണമായും സ്ഥാനം പിടിക്കണമെങ്കിൽ അദ്ദേഹം അതിനും മാത്രം ഒരു പണ്ഡിതനായിരിക്കണം എന്നതാണ്. അതിനു മാത്രം ജ്ഞാനം അദ്ദേഹത്തിന് ഉൾക്കൊണ്ടിട്ടുണ്ട്. സമസ്ത ലോകങ്ങളിലേക്കും വെളിച്ചം വീശുന്ന തരത്തിലുള്ള ഈ മഹാഭാരത ഗ്രന്ഥം അല്ലെങ്കിൽ മഹാഭാരത കാവ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉൾക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും മുനിമാർ അദ്ദേഹത്തോട് ആ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത് പറയാൻ ആവശ്യപ്പെടുന്നത്. അദ്ദേഹം അത് പറഞ്ഞു തുടങ്ങുന്നു. ജനമേജയൻ്റെ ഒരു യാഗം നടക്കുക. ജനമേജയൻ്റെ യാഗം നടക്കുന്ന സമയത്ത് ജനമേജയൻ ആ യാഗത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെയാണ് ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത്. ഉഗ്രസേനനെന്നും ശത്രുസേനനെന്നും ഭീമസേനനെന്നും പറയുന്ന 3 സഹോദരങ്ങൾ അതിന് ഉത്തരവാദിത്തം ഏൽപ്പിച്ചുകൊണ്ട് ആ യാഗം നടക്കുക. ഈ യാഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ യാഗസ്ഥലത്തേക്ക് ഒരു നായ പ്രവേശിക്കുക.
ഒരു നായ പ്രവേശിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ നായ വന്നാൽ നമ്മൾ ആട്ടി ഓടിക്കും. ഇവർ 3 പേരും അതിനെ തല്ലി ഓടിക്കും. ഈ നായ യഥാർത്ഥത്തിൽ സാധാരണ രീതിയിലുള്ളൊരു നായയല്ല. ഈ നായ ഭഗവാൻ ഇന്ദ്രൻ്റെ വളർത്തുനായയായിട്ടുള്ള സരമ എന്ന് പറയുന്ന ആ നായയുടെ സന്താനമാണ്. സരമേയന്മാരെന്നാണ് ഈ നായകളെ വിളിച്ചിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ദ്രൻ്റെ വളർത്തുനായകളാണ്, ഇന്ദ്രൻ്റെ സെക്യൂരിറ്റി ഗാർഡുകൾ. ഈ നായയെ മർദ്ദിക്കുന്ന സമയത്ത്, ഇവർ 3 പേരും കൂടി നായയെ തല്ലി ഓടിക്കുന്ന സമയത്ത് ഈ നായ തൻ്റെ മാതാവായ സരമയുടെ അടുക്കിലേക്ക് വന്നിട്ട് പരാതി പറയുക. കരഞ്ഞിട്ടാണ് പരാതി പറയുന്നത്. ഞാനിങ്ങനെ യാഗസ്ഥലത്ത് പോയിരുന്നു, അവരവിടെ എന്നെ വെച്ച് അവർ ശകാരിച്ചു, അവരെന്നെ മർദ്ദിക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നായയുടെ മാതാവായിട്ടുള്ള നായ തൻ്റെ സന്താനത്തോട് പറയുന്നുണ്ട്, നീ ആ യാഗസ്ഥലത്ത് ചെന്നിട്ടുണ്ടാവും, നോക്കിയിട്ടുണ്ടാവും, ഹവിസ് നീ നക്കിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും, ഒരു കാരണവുമില്ലാതെ തല്ലൂലല്ലോ. ഈ സന്താനം പറയുകയാണ്, ഞാനത് നോക്കിയിട്ടുമില്ല, നക്കിയിട്ടുമില്ല, അവരെന്നെ അകാരണമായിട്ടാണ് മർദ്ദിച്ചത്. ഇത് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു മാതാവിൻ്റെ ഹൃദയം വേദനിക്കും എന്നുള്ളതോടൊപ്പം തന്നെ അതുപോലെ തന്നെ ഈ സരമ എന്ന് പറയുന്ന നായ തൻ്റെ സന്താനത്തിനെയും കൊണ്ട് ജനമേജയൻ്റെ അടുക്കിലേക്ക് വരികയാണ്. ജനമേജയനോട് പറയുന്നു, എൻ്റെ സന്താനത്തെ നിങ്ങൾ ആക്രമിച്ചിരിക്കുന്നു, ദ്രോഹിച്ചിരിക്കുന്നു, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളത് ചെയ്തത്? എൻ്റെ ഈ സന്താനം ഈ യാഗയജ്ഞത്തിൽ വന്നുകൊണ്ട് ആ യാഗയജ്ഞത്തിലെ ഇത് നോക്കിയിട്ടുമില്ല, ഹവിസ് നക്കിയിട്ടുമില്ല. ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ എന്തിനാണ് എൻ്റെ സന്താനത്തെ നിങ്ങൾ ദ്രോഹിച്ചത് എന്ന് ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മൗനിയായിരിക്കുകയാണെന്നാണ് പറയുക. ഇവർ യാതൊരു മറുപടിയും പറയാതാകുമ്പോൾ സരമ ജനമേജയനെ ശപിക്കുക. നോക്കണം, സരമ എന്ന് പറയുന്നതും ഒരു നായയാണ്. ശപിക്കുകയാണ്. ശപിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് അദൃഷ്ട ഭയമുണ്ടാവട്ടെ, ദൃഷ്ടിക്ക് ഗോചരമല്ലാത്ത രീതിയിലുള്ളതാണ്, കാണാൻ കഴിയാത്ത തരത്തിലുള്ള ഭയം, അകാരണമായ ഭയം താങ്കൾക്കുണ്ടാവട്ടെ എന്നാണ് ശപിക്കുന്നത്. ഈ ശാപം അദ്ദേഹത്തിന് കിട്ടിയതിന് ശേഷം ഈ ശാപമോക്ഷത്തിന് വേണ്ടി അദ്ദേഹം അപ്പോൾ സരമയോട് ശാപമോക്ഷത്തിന് വേണ്ടി അപേക്ഷിക്കുന്നൊന്നുമില്ല, അത് കഥയിൽ പറയുന്നില്ല. അദ്ദേഹം ആ ശാപത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഒഴിവാകണം എന്ന് ചിന്തിക്കുകയും മറ്റൊരു ഗുരുവിൻ്റെ അടുക്കിലേക്ക് പോവുകയും ആ ബ്രാഹ്മണ ഗുരുവിൻ്റെ പുത്രനെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ പുരോഹിതനാക്കാമെന്ന് സമ്മതിച്ചുകൊണ്ട് ആ ശാപമോക്ഷത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തുകൊണ്ട് അദ്ദേഹം തക്ഷശിലയിലേക്ക് പോയിന്നാണ്. ആ കഥ അവിടെ വെച്ച് അവസാനിക്കുക. ഈ കഥ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് പിന്നെ അടുത്ത കഥയിലേക്കാണ് വരുന്നത്. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് സർപ്പസത്രം എന്ന് പറയുന്ന ജനമേജയൻ്റെ സർപ്പസത്ര വേദിയിൽ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അവിടെ തുടങ്ങിയിട്ട് അതുമായിട്ട് ബന്ധമില്ലാത്ത മറ്റൊരു സംഭവം പറയുന്നു. ഈ സംഭവം പറയുന്ന സമയത്ത് അതിനു മുൻപ്, ഈ സർപ്പസത്രം നടക്കുന്നതിന് മുൻപായിരിക്കാം ഈ യാഗം നടന്നിട്ടുള്ളത്. അതല്ലെങ്കിൽ ഈ സർപ്പസത്രം നടന്നതിന് ശേഷമായിരിക്കാം ഈ യാഗം നടന്നിട്ടുള്ളത്. ഇത് കഥയിലുള്ള പ്രശ്നമാണ്. ഇത് ഏത് കാലഘട്ടത്തിലാണ് നടന്നത് എന്ന് പറയാൻ വലിയ പ്രയാസമുണ്ട്. ചിലത് ചരിത്ര പശ്ചാത്തലങ്ങൾ കൊണ്ടും ചിലത് ആ കഥയിൽ തന്നെയുള്ള പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളിൽ നിന്നും വ്യക്തമായി നോക്കി മനസ്സിലാക്കി കഴിയുമ്പോൾ അത് ഏത് യുഗത്തിലാണ് നടന്നതെന്ന്, ഏത് കാലഘട്ടത്തിലാണ് നടന്നതെന്നും അറിയാൻ കഴിയും. അത് ചിലത് മാത്രം, എല്ലാം അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ കഥ അവിടെ വെച്ച് അവസാനിക്കുന്നു. ആ കഥയിലുള്ള 2-3 കാര്യം. ഒന്ന്, ബ്രാഹ്മണനല്ല മഹാഭാരത കാവ്യം സമൂഹത്തിലേക്ക് എത്തിക്കുന്നത്, ഒരു സൂതൻ്റെ അധരങ്ങളിലൂടെയാണ്. 2, സർപ്പങ്ങളെ വധിക്കാൻ വേണ്ടി, സർപ്പങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി ജനമേജയൻ തീരുമാനിക്കുന്നു. എന്തിന്? അങ്ങനെയുണ്ടെങ്കിൽ
അതെന്തിനു വേണ്ടിയിട്ടാണ്, അതിൻ്റെ ധാർമ്മികത എന്താണ്. 3, അവിടെ ഒരു നായ ജനമേജയനെ ശപിക്കുന്നു എന്നതും നമ്മൾ പരമപ്രധാനമായും കാണേണ്ടതാണ്. നായയ്ക്ക് ശപിക്കാൻ കഴിയുമോ എന്നൊക്കെ ഉള്ളത് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഈ കഥ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇനി അടുത്ത കഥയിലേക്ക് വരുമ്പോൾ, അടുത്ത കഥയും വളരെ വേഗത്തിൽ തന്നെയാണ് ആ കഥയും പോകുന്നത്. കാരണം തുടങ്ങിയെടുത്ത് സർപ്പസത്രത്തിലേക്ക് ഈ കഥയെ തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ കഴിയൂ എന്നുള്ളതുകൊണ്ട് അതിലേക്ക് ബന്ധിപ്പിക്കുന്ന കഥയാണ് ഇനി അടുത്തത് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗം അടുത്ത ദിവസം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. നമസ്കാരം.